പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹലഫൂന ബില്ലാഹി ലക്കും ഇദൻ കലബുതും. നിങ്ങൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നാൽ നിങ്ങളോട് അവർ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യും. നിങ്ങൾ അവരെ വിട്ട് ഒഴിഞ്ഞു കളയുവാൻ വേണ്ടി അതുകൊണ്ട് നിങ്ങൾ അവരെ ഒഴിവാക്കി വിട്ടേക്കുക. തീർച്ചയായും അവർ വൃത്തികെട്ടവരാകുന്നു. അവരുടെ സങ്കേതം നരകമത്രേ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഫലമാണത്. നമ്മൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നാൽ അവർ നിങ്ങളെ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യും. ഞങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് വരാതിരുന്നത്, ഞങ്ങളെ മാതാവിന് സുഖമില്ലായിരുന്നു, ഭാര്യയ്ക്ക് സുഖമില്ലായിരുന്നു, അസുഖമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പിടക്കുന്ന നാവുകളുമായിട്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് അവരെ ഒഴിവാക്കി വിട്ടേക്ക്. അവർ സംസാരിച്ചിട്ട് കാര്യമില്ല. വാചകക്കസരത്തുള്ള ആൾക്കാരാണ്. അവർ വൃത്തികെട്ടവരാണ്. മനസ്സിലായി? വൃത്തികെട്ട ഒരാളുമായി സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മിലേക്കും അത് വരും അല്ലേ? നായിക്കാട്ടം എന്ന് പറയും. നായിക്കാട്ടം, ആള് നായിക്കാട്ടമാണ്, കുപ്പിച്ചില്ലാണല്ലേ. കുപ്പിച്ചില്ല നമ്മൾ തൊഴിലില്ലല്ലോ അല്ലേ? ഒരു കുപ്പിച്ചില്ല നല്ല മനോഹരമായ കുപ്പിയാണ്, പൊട്ടിപ്പോയി, നമ്മൾ പിടിക്കില്ല, അതിൻ്റെ ചൂട് കൊണ്ട് അടിച്ചു വാരി വെള്ളം ഒഴിവാക്കും അല്ലേ? കരുന്നു അതിൻ്റെ അടുത്തേക്ക് പോവില്ല. ഇനിയിപ്പോൾ കുപ്പിച്ചില് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിൽ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഹോട്ടലിലെ ജീവനക്കാരൻ ആ വഴിക്ക് പോകേണ്ട, ഗ്ലാസ് പൊട്ടിയിട്ട് അങ്ങോട്ട് പോകേണ്ട അല്ലേ? കാരണം എടുത്തു കൂടെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റും, കാലിനോ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ കുപ്പിച്ചില് ശരീരത്തിന് എഴുതുമ്പോൾ തുളഞ്ഞ് കയറിക്കഴിഞ്ഞാൽ അത് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും പഴുക്കും, പല പല പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ആരും അതിൻ്റെ അടുത്തേക്ക് പോകില്ല. അതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകേണ്ട, അവരെ ഒഴിവാക്കുക. അവർക്കുള്ള ശിക്ഷ അല്ലാഹു കൊടുക്കും. അവരുടെ സങ്കേതം നരകമത്രേ. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമത്ര. അപ്പോൾ ഈ നിരീശ്വരവാദികൾ പറയും, ഇങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും അള്ളാഹു സൃഷ്ടിക്കുന്നത് എല്ലാവരും മുസ്ലിങ്ങളാക്കി സൃഷ്ടിച്ചാൽ പോരെ? ഒരു കൂട്ടം ആൾക്കാരെ നിരീശ്വരവാദികളെ സൃഷ്ടിച്ച് അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് പോകണ്ട, അവർ വൃത്തികെട്ടന്മാരാണെന്നൊക്കെ പറയുന്നതൊക്കെ നല്ലത്, എല്ലാവരെയും നല്ലവരായി സൃഷ്ടിച്ചൂടെ എന്നാണ് വിഡ്ഢികളായ നിരീശ്വരവാദികൾ ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താ വെച്ചാൽ ഭൂമി പരീക്ഷണാലയമാണ് എന്നാണ്. ഇപ്പം അടുത്തൊരു ഫേസ്ബുക്കിൽ ഒരുത്തൻ വെള്ളാട്ടപ്പോക്കർ എന്നാണ് പേര് കൊടുത്തത്. ഇവരുടെ പേരൊക്കെ വെളിപ്പിടെ മരിക്കുമ്പോഴാണ്. നമ്മളെ ഗ്രൂപ്പിൽ ദീർഘകാലം ഉണ്ടായിരുന്ന ഒരു കരടി എന്നൊരു വ്യക്തി. ഞാൻ 2020 തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പാണല്ലോ, ഫ്ലാറ്റാത്തിൻ്റെ ഗ്രൂപ്പ്. അതിൽ കരടി എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. കരടി എന്ന പേരാണ് ഇത് കൊടുത്തത്. അപ്പോൾ അടുത്ത് കഴിഞ്ഞൊരു മാസം മുമ്പ് അയാൾ മരണപ്പെട്ടു പോയത് നമ്മൾ അറിഞ്ഞു വെച്ചാൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടു. കരടി എന്ന വ്യക്തി മരണപ്പെട്ടു. CVT സമദ് എന്ന പേര്. സമദ് എന്ന വ്യക്തി മരണപ്പെട്ടു, വയസ്സുണ്ടായിരുന്നു. അപ്പം ഇവർ മരിക്കുമ്പോഴാണ് പേര് വെളിപ്പെടുക. അതുവരെ കരടിയെന്നോ വെള്ളാട്ടപ്പോക്കറെന്നോ അങ്ങനെ എന്തെങ്കിലും പേര്, കഴിഞ്ഞ ഇസ്ലാമിനെ വിമർശിക്കുന്ന പേര് ആണ് കൊടുക്കുക അവർ. ഈ മരുഭൂമിയിലെ ഈന്തപ്പന, മലഞ്ചെരിയിലെ ഈന്തപ്പന എന്നൊക്കെ കൊടുക്കുക. പരമാവധി ഇസ്ലാമിനെ അവഹേളിക്കുന്ന പേരുകളാണ് കൊടുക്കുക. അവർക്ക് ശാപം ഉണ്ടാവട്ടെ കാലവും അവർക്ക്. അപ്പോൾ മരിക്കുമ്പോൾ പേര് വരും. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും അറിയാനില്ലല്ലോ. അപ്പം ഈ വെള്ളാട്ടപ്പോക്കർന്ന വ്യക്തി പറഞ്ഞു, അള്ളാഹു സൈക്കോ ആണ്, ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച് ശിക്ഷ കൊടുക്കുക സൈക്കോ ആണ്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവത്തിന് ഭൂമിയിൽ അവതരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ശരി. അപ്പം ഉപയോഗിച്ചു. അങ്ങനെ അതിനുള്ള തെളിവ് ഖുർആൻ എവിടെയാണ് ഉള്ളത്? അപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ടു. എന്താണ്, ഞാനൊരു ഖുർആൻ വചനം ഇട്ടത്, എല്ലാവർക്കും വർണ്ണം കൊടുക്കുന്നവനാണ് ആരുണ്ട് അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കാൻ എന്നൊരുണ്ട്. അപ്പം അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിച്ച അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താം. അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ ഖുർആനിലൂടെ നമുക്ക് വായിച്ചെടുക്കാം അല്ലേ? അള്ളാഹുവിന് 99 നാമങ്ങളുണ്ടല്ലോ. എല്ലാം കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, ദയാലുവാണ്, ശിക്ഷിക്കുന്നവനാണ്, ഭക്ഷിപ്പിക്കുന്നവന് പല ഇതുണ്ട്, ഗുണങ്ങളെല്ലാം ഉടുപ്പിൽ. അപ്പം ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുക. പ്രവാചകന് ഒരുപാട് ഗുണങ്ങൾ ഹദീസുകളിലും ഖുർആനിലൊക്കെ ഉണ്ട്. അത് നമ്മൾ സ്വീകരിക്കാം.
അള്ളാഹുവിൻ്റെ വെളിച്ചത്തിൻ്റെ രൂപമാണല്ലോ പ്രവാചകൻ. പ്രവാചകൻ്റെ ഗുണങ്ങൾ നമ്മൾ പഠിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഖുർആൻ കൂടുതൽ വായിക്കുക. പ്രവാചകൻ ജീവിക്കുന്ന ഖുർആനായിരുന്നു. അപ്പോൾ നമ്മളും ജീവിക്കുന്ന ഖുർആനാവാൻ ശ്രമിക്കുക. പരിപൂർണ്ണ അർത്ഥത്തിലാവാൻ കഴിയില്ല എങ്കിലും പ്രവാചകൻ തൊട്ടു താഴെ നമുക്ക് വന്ന് നിൽക്കാൻ കഴിയും. പ്രവാചകൻ ജീവിക്കുന്ന ഖുർആൻ ഒരു 95% നമുക്ക് 90% മെനക്കെട്ടാലാവാൻ കഴിയും. പിന്നെ നമ്മൾ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഗുണങ്ങളൊക്കെ പഠിച്ച് നമ്മളും അതുപോലെ ആവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിച്ച മാതിരിയാവും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കുപ്പായം എടുത്തണിഞ്ഞ മാതിരിയാവും. അപ്പോൾ നമ്മൾ മനുഷ്യന് അള്ളാഹു ആവാൻ വേണ്ടി ശ്രമിച്ച അള്ളാഹു അതിനെ നടന്നടക്കുന്നവൻ. ഒറ്റ അള്ളാഹുലേക്ക് നടന്നെടുത്താൽ അള്ളാഹു അവനെ കൂടിയെടുക്കും. അപ്പോൾ നമ്മൾ ദൈവമാവാൻ ശ്രമിക്കാം. ദൈവത്തിന് വസിക്കാനുള്ള കൂടാണ് നമ്മുടെ ശരീരം. അപ്പം നമ്മൾ ആ കൂട് ഒരുക്കുക, നല്ല ഭംഗിയായി ഒരുക്കി കഴിഞ്ഞാൽ കിളികൾ വന്നിരിക്കില്ല. നമ്മളിപ്പോൾ അടക്കാക്കിളിക്ക് ഇരിക്കാൻ വേണ്ടി ചില വീട് ഷോപ്പിൻ്റെ ഉടമകളൊക്കെ എന്ത് ചെയ്യും, കാർഡ്ബോർഡ് കൊണ്ട് ഇതുണ്ടാക്കിയിട്ട് ഒരു പെട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കും. അപ്പോൾ കിളികളതിൽ വന്നിരിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അള്ളാഹുവിനെ ഒന്ന് വാസിക്കാൻ തക്കവണ്ണം നമ്മൾ ഹൃദയം വിശാലമാക്കുക. ഒരുപാട് ഗുണങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ നമ്മൾ സ്വീകരിക്കുക. പാവങ്ങളോട് കരുണ കാണിക്കുക, ഭക്ഷണം കൊടുക്കുക, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കഴിയില്ലെങ്കിലും കുറേയൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിന് നമുക്ക് വസിക്കാനുള്ള അള്ളാഹു നമ്മിൽ വസിക്കും അല്ലേ. ഒരു 2 കാറും ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ ആ കാറിന് ഒരാൾക്ക് ഇങ്ങോട്ടൊക്കെ കയറാൻ പറ്റില്ല അല്ലേ. ഡോറ് തുറന്നിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റും അല്ലേ. മാരുതി ഓമിനി കാറാന്ന് കൂട്ടുക, രണ്ടും ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ, ഒരേ സ്പീഡിൽ കുറേ ദൂരം ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ കാറിന് ഒരാൾ ഇങ്ങോട്ടേക്ക് കയറാനൊക്കെ കഴിയും. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ ശരീരം നമ്മിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുക, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അവതരിക്കാൻ വേണ്ടി സാഹചര്യം ഉണ്ടാക്കുകയായിരിക്കും ലക്ഷ്യമെന്ന് ഞാൻ പറഞ്ഞു. അവന് അതിന് മറുപടി ഒന്നും ഉണ്ടായില്ല. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു ലക്ഷ്യം പ്രപഞ്ചം ഒന്നും കളിയായി സൃഷ്ടിച്ചതല്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. മഹത്തായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു ലക്ഷ്യത്തിനായിരിക്കും അള്ളാഹു സൃഷ്ടിച്ചത്. നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ എടുത്തണിയുകയും ഭൂമിയിൽ മുഴുവനും എല്ലാ മനുഷ്യരിലൂടെയും അള്ളാഹുവിൻ്റെ ചൈതന്യം പ്രകടമാവുകയും ഒക്കെ ചെയ്യുക അല്ലേ. ഇപ്പം നബിലിനെ മക്കായിട്ട് പള്ളികളിലൊക്കെ ഡാൻസിങ് ലൈറ്റുകൾ തൂക്കൂലേ, ചെറിയ ഡാൻസിങ് ലൈറ്റുകൾ തൂക്കും. പണ്ടത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ അതിലൊരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ മൊത്തം ലൈറ്റ് കത്താതാവും. അപ്പം അങ്ങനെയുള്ള സിസ്റ്റമല്ല, വേറൊരു സിസ്റ്റമാണെന്ന് തോന്നുന്നു. എന്നാൽ ലൈറ്റ് കത്തിച്ച് കഴിഞ്ഞാൽ അവർ ചിലതൊക്കെ നമ്മളിപ്പോൾ ഒരു വീടിലോ ബിൽഡിങ്ങിലോ കത്തിക്കാൻ കൊടുത്ത് ഒരു മാസത്തോളം കത്തിച്ച് തിരിച്ച് പിന്നെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഒരു 3-4 ലൈറ്റ് കത്താത്തതുണ്ടാവും. അപ്പോൾ അതൊക്കെ അവരെന്ത് ചെയ്യും, റെഡിയാക്കി കത്തിക്കും. നമുക്ക് മുഴുവൻ ലൈറ്റും കത്തിച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചമാവും. അതുപോലെ ഭൂമിയിലെ സകല മനുഷ്യരും ഇല്ലെങ്കിൽ 90%-80% മനുഷ്യരും അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ എടുത്തണിയുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രകാശം നമ്മിലൂടെ പ്രസരിക്കും. എന്തൊരു വെളിച്ചമായിരിക്കും അല്ലേ, വെളിച്ചത്തിന് മേൽ വെളിച്ചം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കും അള്ളാഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അല്ലേ. അപ്പം മനുഷ്യരെല്ലാവരും നന്മ മാത്രമേ ചെയ്യുള്ളൂ, ദ്രോഹം ആരും ചെയ്യില്ല, സഹോദരനെ ദ്രോഹിക്കില്ല, മൃഗങ്ങളെ ദ്രോഹിക്കില്ല, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, പിശുക്ക് കാണിക്കില്ല, എല്ലാവരും കൈയഴിച്ച് സഹായിക്കും. അപ്പോൾ പട്ടിണിയൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മൃഗങ്ങൾക്കും സ്വൈര്യമായി സഞ്ചരിക്കാം. ഇപ്പം മൃഗങ്ങളൊക്കെ മനുഷ്യരെ വന്ന് ആക്രമിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പത്രങ്ങളിൽ എല്ലാവിധ മൃഗങ്ങളും, ചെന്നായ ആവട്ടെ, കുറുക്കനാവട്ടെ, പേപ്പട്ടിയാവട്ടെ, ആന, കടുവ, പന്നി, എല്ലാ ജീവിജാലങ്ങളും മനുഷ്യരെ ആക്രമിച്ചു കൊണ്ടിരിക്കുക അല്ലേ. എന്തിനു പറയട്ടെ, ചെറിയ ജീവികൾ വരെ, ചില പാറ്റകൾ, കടിക്കുന്ന പാറ്റകൾ, ചിലപ്പോൾ തേനീച്ച കടന്നൽ കുത്തേറ്റ് മരിച്ചു, ഇങ്ങനെയൊക്കെ ജീവികളുടെ ആക്രമണം മൂലം മനുഷ്യർ മരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, അവർക്ക് ജീവിക്കാൻ സ്ഥലമില്ലാണ്ടായി. അവരുടെ സ്ഥലങ്ങളൊക്കെ മനുഷ്യന്മാർ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വനങ്ങളും ഒക്കെ കയ്യേറി. അപ്പോൾ അവർക്ക് ജീവിക്കാൻ വക വേണ്ടേ. അല്ലെങ്കിൽ കാട്ടിലാണെങ്കിൽ ആനക്ക് ഭക്ഷിക്കാനുള്ള വിഭവങ്ങളൊന്നുമില്ല, ഉള്ളത് കുറേ തേക്കാണ്.
തേക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ കാട് നശിക്കുമെന്നാണ് നമ്മുടെ നാഗാർജുനൻ തമ്പി പോലുള്ള ആൾക്കാർ പറയുന്നത്. കാരണം അതിങ്ങനെ കുത്തനെ അങ്ങോട്ട് വളരുകയാണ്. അതിൻ്റെ വലിയ ഇല അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ വലിയ ചുറ്റുഭാഗം അത് വീണ് കിടക്കും. അപ്പോൾ വൃത്തിയാക്കാൻ ആളില്ലല്ലോ, അവിടെ പുല്ലുകളൊന്നും വളരില്ല. പുല്ലുകളില്ലാത്തതുകൊണ്ട് മറ്റു ജീവികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഭക്ഷിക്കാനും മറ്റ് കിളികളൊന്നും വരില്ല. അപ്പം അതുകൊണ്ട് കിളികളൊന്നും ഇല്ലാത്തത് കൊണ്ട് മരങ്ങൾക്ക് പല രോഗങ്ങളും ബാധിക്കും. കിളികളൊക്കെ പല പുഴുക്കളും, മരങ്ങളിൽ വരുന്ന പല പുഴുക്കളൊക്കെ ഭക്ഷിക്കില്ല. അതൊന്നും ഇല്ലാത്ത പിന്നെ അത് മരങ്ങളൊക്കെ നശിച്ചു പോകും. ചുരുക്കി പറഞ്ഞാൽ ഈ തേക്കൊക്കെ ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ചൊരു ഇതാണ്, അവർ ഉണ്ടാക്കിയെടുത്താണ്. തേക്കിൻ്റെ മ്യൂസിയങ്ങൾ, തേക്കിൻ കാടുകളൊക്കെ കാട് നശിപ്പിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആനകളെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് പിന്നെ ഗ്രാമങ്ങളിലേക്ക് വരുന്ന ആനകളെ ഈ വനംവകുപ്പ് കൊണ്ടുപോയിട്ട് കാട്ടിൽ കൊണ്ടുപോയിടും. വനംവകുപ്പ് എന്ന് വെച്ചാൽ വനം നശിപ്പിക്കാനുള്ള വകുപ്പാണ്. എല്ലാ വകുപ്പുകളും ആ വകുപ്പ് നശിപ്പിക്കാനുള്ളതാണെന്നാണ് തകർച്ചയുടെ നിർമ്മാണം എന്നൊരു പുസ്തകത്തിൽ പറയുന്നത്. ആരോഗ്യവകുപ്പ് വെച്ചാൽ ആരോഗ്യത്തെ നശിപ്പിക്കുക, മാരകമായ കീടനാശിനിയെ കുത്തിവെച്ച് മനുഷ്യരെ നശിപ്പിക്കുക. വിദ്യാഭ്യാസ വകുപ്പ് വെച്ചാൽ വിദ്യാഭ്യാസത്തെ നശിപ്പിക്കുക. DPP വിദ്യാഭ്യാസം മൂലം കുട്ടികൾക്ക് സ്വന്തം പേര് പോലും എഴുതാൻ കഴിയാത്ത രൂപത്തിൽ കുട്ടികളെ നശിപ്പിക്കുക, അല്ലേ? കുട്ടികളെ അപ്പോൾ ഒന്നും പഠിപ്പിക്കണ്ട, കുട്ടികൾ സ്വയം പഠിപ്പിക്കട്ടെ എന്നുള്ള ഉടായ്പ പറഞ്ഞുകൊണ്ട് സ്വന്തം പേര് പോലും എഴുതാൻ കഴിയാതെ അക്കോലത്തിലാക്കി എടുക്കുക. അധ്യാപകൻ എന്ന വാക്കിൻ്റെ അക്ഷരം പോലും കുട്ടികൾക്ക് ഇപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പോലും ശരിക്കും എഴുതാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെ ആക്കിയെടുക്കാൻ DPP ഇപ്പോൾ എല്ലാ വകുപ്പുകളും നശിപ്പിക്കാനുള്ള, ആ വകുപ്പെ നശിപ്പിക്കാൻ വേണ്ടി ഇല്ലുമിനാറ്റികൾ സൃഷ്ടിച്ചെടുത്താണ്. ഒരു വിഷയം, അല്ലേ? ചക്കര പുരട്ടൊരു വിഷയമാണ് ഈ ഇല്ലുമിനാറ്റി എന്നതും ജനാധിപത്യം എന്ന്. നമുക്കറിയില്ല എന്താണ് അതിൻ്റെ പിന്നെ നമ്മളെ പറ്റിക്കാൻ വേണ്ടി നമുക്ക് നൽകിയതാണ്. നമ്മൾ വലിയ കൊണ്ടെടുക്കും, അല്ലേ? ഡെമോക്രസി ഈസ് ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വരുന്നത്. ഇങ്ങനെ മനുഷ്യരുടെ ആർത്തി മൂലം മൃഗങ്ങൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അപ്പോൾ ഈ നമ്മളിലൊക്കെ ദൈവത്തിൻ്റെ ഗുണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ മനുഷ്യൻ നന്നാവും, അതുപോലെ മൃഗങ്ങൾക്കും നന്മ വരും, അല്ലേ? ഇപ്പം നമുക്കറിയില്ല, കുളങ്ങളിലൊക്കെ ബ്ലീച്ചിങ് പൗഡർ കലർത്തി മത്സ്യങ്ങളെ കൊല്ലുകയാണ്. കാരണം വ്യക്തികൾ തമ്മിലുള്ള വിദ്വേഷം മൂലം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പിന്നെ അതേമാതിരി മീൻ വളർത്തൽ കേന്ദ്രം നടത്തിയിരുന്നു. അതിൻ്റെ മത്സ്യങ്ങളൊക്കെ ചത്തുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരും ബ്ലീച്ചിങ് പൗഡർ കലർത്തിയിട്ടുണ്ടാവുന്ന. ശരിയാണ്, ചെറിയൊരു ബ്ലീച്ചിങ് പൗഡർ വാസന ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വ്യക്തികളോടുള്ള വിദ്വേഷം മൂലം മൃഗങ്ങളെ ദ്രോഹിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മളിലൊക്കെ ദൈവം വസിക്കാൻ തുടങ്ങിയാൽ അതൊന്നും ഉണ്ടാവില്ല. നമ്മളെ കയ്യിലുള്ള പണം മറ്റുള്ളവർക്ക് കൊടുക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. പണ്ടൊക്കെ നാടൊട്ടുക്ക് സത്രങ്ങളുണ്ടായിരുന്നു, ആർക്കും അവിടെ വന്ന് കിടക്കാം. നമ്മൾ നാട്ടിലെത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ലോഡ്ജിൽ മുറിയെടുക്കേണ്ടി വരികയോ ഒന്നിൻ്റെ ആവശ്യമില്ല. അവിടെ സത്രങ്ങളും അവിടെ എല്ലാം വെള്ളവും ഭക്ഷണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്നത്തെ രാജാക്കന്മാരിൽ നന്മയായിരുന്നു, ജനങ്ങളിൽ നന്മയുണ്ടായിരുന്നു, രാജാക്കന്മാരിൽ നന്മയുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ നന്മ ആരിലില്ല, എല്ലാവരും സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് നടക്കണം. അധികാരം കിട്ടിയാൽ കഴിഞ്ഞവട്ടം അഴിമതി കാട്ടി എങ്ങനെയെങ്കിലും പണം മോഷ്ടിച്ച് തൻ്റെ 10 തലമുറക്ക് കഴിയാൻ വേണ്ടത് വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതിനു വേണ്ടിയാണ് ഓരോരുത്തർക്ക് പിന്നെ അധികാരങ്ങൾ. അതിനുവേണ്ടി ജനങ്ങളുടെ വീട്ടിൽ കയറി ഇടന്ന് വോട്ട് വാങ്ങി ജയിച്ച് കയറി, എന്നിട്ട് ജനങ്ങളുടെ ഇതൊക്കെ സമ്പത്തുകളെ മടിച്ചു മാറ്റാം. പറഞ്ഞു വരുന്നത്, നമ്മളിലൊക്കെ ദൈവം വസിക്കുമ്പോൾ ഇവരൊക്കെ പ്രകാശപൂരിതമാകും. അപ്പം മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും കടലിലെ മീനുകൾ വരെ എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും ആസ്വദിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു രാജ്യം വരും. അങ്ങനെ ദൈവത്തിൻ്റെ ലോകം വരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.